ഒന്ന് കേട്ടു നോക്ക്. ൊപ്പം 4 കൈകളുള്ള ഒരു ദേവീരൂപമായാണ് ഭാരതാംബയെ രവിവർമ്മ ചിത്രീകരിച്ചത്. എന്തായാലും ഭാരതമാതാവ് എന്ന് പറയുന്നത് RSSകാരുടെയോ BJPക്കാരുടെയോ ഒരു അമ്മ എന്ന സങ്കല്പത്തിലാണ് ഇപ്പോൾ പല രാഷ്ട്രീയക്കാരും കാണുന്നത്. സ്മരണയും കൂടിയാണത്. അത് ദുർഗ, അതായത് നമുക്കറിയാമല്ലോ, ഹി ദുർഗ, അവിടുത്തെ ദുർഗയാണ്. ദശപ്രഹരണധാരിണി, കമല കമലദളവിഹാരിണി. അമ്മയെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. സാക്ഷാൽ ജഗദമ്പയെ പറ്റിയിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദ മഠത്തിൽ ആ കൃതിയിൽ, മഹത്തായ ദേശസ്നേഹം ജ്വലിക്കുന്ന ആ കൃതിയിൽ ഉള്ള വന്ദേ മാതരം എന്ന കൃതിയുടെ ഒടുവിൽ വൈദിക മന്ത്രമുണ്ട്, ഞാൻ രാഷ്ട്രീയാണ്. ദേവി പറയാണ്, ഭഗവതി സാക്ഷാൽ ജഗദമ്പ ഋഗ്വേദീയമായ ഏറ്റവും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജ്ഞാനരാശിയാണ് വേദം. ആ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് അഹം രാഷ്ട്രീ. ദേവി പറയാണ്, എന്താ കാരണം? ഞാൻ രാഷ്ട്രീയ എന്ന ശബ്ദം ഇന്നത്തെ കാലത്ത് രാജ്ഞി എന്ന് ഉപയോഗിക്കുന്നത് ഞാൻ ഈ രാജ്യം ഈ ലോകം ഭരിക്കുന്നവളാണെന്നാണ്, ലോകത്തെ മുഴുവൻ ഭരിക്കുന്നവളാണെന്നാണ്. സുഭാഷ് ചന്ദ്രബോസ് എല്ലാ ശക്തിയുമുള്ള ഒരു ദേവതയായിട്ട് തന്നെയാണ് അദ്ദേഹം ഭാരതാംബയെ കരുതിയിരുന്നത്. അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺസെപ്റ്റുകളെ എല്ലാം തന്നെ അദ്ദേഹം എതിർത്തതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അംബേദ്കറിൻ്റെയും ഭഗത് സിംഗിൻ്റെയും ഒക്കെ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനെ വ്യാഖ്യാനിക്കുന്ന രീതികളിൽ സാമ്യവും കാണാം. കാരണം ഇതൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു അപ്പർ കാസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതീകമാണെന്നോ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല എന്നോ, ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരെ ഇത് ഉൾക്കൊള്ളുന്നില്ല തുടങ്ങിയ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല കാലങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. സുധാ, ഒരുപക്ഷെ ഒരു ഇമോഷണൽ നാഷണലിസത്തിനെ എതിർക്കുന്നു എന്ന പേരിൽ അംബേദ്കർ മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും കടുത്ത വിമർശകനായിരുന്നത് എന്നത് ശ്രീ പ്രസാദ്